താഴ്വാരം ഹൃദയരാഗം നീട്ടിടും നീ സ്നേഹകൂടാരം ശാലോം ടി വി പ്രേക്ഷകർക്ക് ലവ് ഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന ഈ താഴ്വരയിലേക്ക് സ്വാഗതം. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മളുടെ കുടുംബജീവിതങ്ങളെ കുറേ കൂടെ സന്തോഷപ്രദമാക്കാനായി ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് ഏറെ സ്നേഹത്തോടെ സമ്മാനിച്ച അപ്പസ്തോലിക ആഹ്വാനമാണ് സ്നേഹത്തിൻ്റെ സന്തോഷം. ഈ അപ്പസ്തോലിക ആഹ്വാനത്തിൽ മാർപ്പാപ്പ നമ്മളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: നമ്മളുടെ കുടുംബങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്നേഹത്തിൻ്റെ സന്തോഷം സഭയുടെയും സന്തോഷമാണ്. നമ്മളുടെ കുടുംബങ്ങളെ സ്നേഹം പൂക്കുന്ന താഴ്വരകളാക്കി മാറ്റാൻ ഉതകുന്ന ചിന്തകളും ചർച്ചകളുമാണ് നാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ആദ്യമായി നമ്മൾ സ്വാഗതം ചെയ്തത് സിസ്റ്റർ നീമയാണ്. സിസ്റ്റർ നീമ ഹോളി ഫാമിലി സന്യാസിനി സമൂഹാംഗവും ഏറെ വർഷങ്ങളായി കൗൺസിലിംഗ് രംഗത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. സിസ്റ്ററിനെ ഇന്നത്തെ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നാം സ്വാഗതം ചെയ്യുന്നത് ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാറിനെയാണ്. സെൻറ് തോമസ് കോളേജിൻ്റെ മുൻ വൈസ് പ്രിൻസിപ്പളും ഇപ്പോൾ അതിരൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റുമാണ് കെ എം ഫ്രാൻസിസ് സാറ്. നമ്മുടെ ഈ ചർച്ചകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ ടോണി ജോസഫിനെയാണ്. ഡോക്ടർ ടോണി പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും തൃശ്ശൂർ അതിരൂപതയിലെ ലോവ് സമർപ്പിത സമൂഹത്തിൻ്റെ പ്രസിഡന്റ് കപ്പിളുമാണ്. ഡോക്ടർ ടോണി ജോസഫിനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓരോ കുടുംബവും എല്ലാത്തരം വിഷമസന്ധികളാലും മുദ്രിതമാണ് എന്ന് പാപ്പ ഈ രേഖയിൽ പങ്കുവെക്കുകയാണ്. നമുക്കറിയാം, കുടുംബജീവിതം സന്തോഷത്തോടെ മുൻപോട്ട് പോകണമെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും വൈകാരിക പക്വത വേണം എന്നൊക്കെ നമ്മൾ പല ചർച്ചകളിലും കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ വൈകാരിക പക്വതയെ തടസ്സപ്പെടുത്തുന്ന ആന്തരിക മുറിവുകൾ ഇന്ന് പല കുടുംബ ബന്ധങ്ങളിലും വിള്ളലുകൾ ഉണ്ടാക്കുന്നു. നാം ഈ ചർച്ചയിലേക്ക് എവരെയും ഒരിക്കൽ കൂടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ വൈകാരിക പക്വത മുമ്പുണ്ടായ അനുഭവങ്ങളുടെ വ്രണം വഹിക്കുന്നതുകൊണ്ട് കുടുംബങ്ങളിൽ ഒരാൾ വൈകാരികമായി പക്വത പ്രാപിക്കാതിരിക്കുന്നതിന് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കുടുംബങ്ങൾ മിക്കപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്ന് പാപ്പായ പുസ്തകത്തിൽ പറയാണ്. എന്താണ് ഈ പഴയ മുറിവുകൾ, ആന്തരിക മുറിവുകൾ എന്നൊക്കെ എന്ന് ഉള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വൈകാരിക പക്വത ഒരു വ്യക്തിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? അത് നമുക്ക് മനഃശാസ്ത്രം പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത്. അതറിയേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഒരു ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രഷർ കുക്കറിനെ നമ്മൾ അടുക്കളയിൽ സങ്കല്പിക്കുക. അപ്പുറത്ത് ടാപ്പ് തുറന്നാൽ പോലും ഈ ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന പ്രഷർ കുക്കർ ചീറ്റും. നിങ്ങൾ ശ്രദ്ധിച്ച അടുക്കളയിൽ പെരുമാറിയിട്ടുള്ള സ്ത്രീകൾക്ക് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അറിയാം. നമ്മൾ ഗ്യാസ് നന്നായി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാപ്പിലെ വെള്ളം തുറന്നാൽ ആ കമ്പനം അല്ലെങ്കിൽ ആ ഇത് മതി ഷീ എന്ന് പറഞ്ഞിട്ട് ചീറ്റാൻ. ചില വ്യക്തികൾക്ക് കൂടെയുള്ളവർ നിസ്സാരമായൊരു കാര്യം പറയുമ്പോഴേക്കും ചിലർ ഈ പ്രഷർ കുക്കറിലെ ഗ്യാസ് പോലെ പൊട്ടിത്തെറിക്കും. അത് പുറമേക്കൊക്കെ ശാന്തരായിരുന്നാലും വീടിനകത്ത് ഇത് ഫ്രീക്വൻ്റായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ദമ്പതികൾ തമ്മിലോ മക്കളിലോ മാതാപിതാക്കളിലോ ഉണ്ടായാൽ അതാണ് വൈകാരിക പക്വതയില്ല എന്നതിൻ്റെ ഒരു ലക്ഷണം, സൂചന. മറ്റേത് നമുക്ക് ശാസ്ത്രീയമായിട്ട് അപഗ്രഥിക്കുക, ഇതൊരു സൂചനയാണ്. ഇതെങ്ങനെ വരുന്നു എന്നതിനെക്കുറിച്ച് മനഃശാസ്ത്രജ്ഞന്മാരും ചർച്ച ചെയ്തിട്ടുണ്ട്, ആത്മീയമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന കാരണം കെടുക്കുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ പല സംഭവങ്ങളും നമുക്ക് ഇഷ്ടമില്ലാത്തത് സംഭവിക്കുന്നുണ്ട്. ചെറിയ നമ്മുടെ പ്രായത്തിൽ ഇപ്പം അമ്മയുടെ ഗർഭപാത്രം തൊട്ട് അത് നമ്മളെ സ്വാധീനിക്കും. ഇപ്പം ശരീരശാസ്ത്രം പറയുന്നത്
2-3 ആഴ്ച കഴിയുമ്പോഴേക്കും ഇതിൻ്റെ കൃത്യത അറിയില്ല, ബ്രെയിനിൻ്റെ ഉള്ളിൽ മെസ്സേജ് സെല്ലുകൾ രൂപം കൊണ്ടു തുടങ്ങും. അതാണ് ആദ്യം, നെർവാണ് ആദ്യം രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ മെസ്സേജ് സെല്ലിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്ത് വയ്ക്കും. 1.5 മാസത്തിൽ നമുക്ക് ഇലക്ട്രോഎൻസെഫലോഗ്രാം EEG ഉപയോഗിച്ച് മസ്തിഷ്ക തരംഗങ്ങൾ രേഖപ്പെടുത്താൻ പറ്റുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അത് ഞാൻ പറയുന്നത് ആ മസ്തിഷ്കത്തിൽ തന്നെ ഒരു മെസ്സേജ് സെല്ല് രൂപം കൊണ്ടുവരും, നെർവിൻ്റെ കേന്ദ്രമായിട്ട്. അപ്പം നമ്മുടെ അമ്മേനെ അപ്പൻ തല്ലിയാൽ അത് അമ്മയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഇതിൽ മെസ്സേജിൽ അത് സ്റ്റോർ ചെയ്യപ്പെടും. അമ്മയുടെ ഹൃദയവികാരങ്ങൾ പോലും സ്റ്റോർ ചെയ്യും. ഞാൻ ഒരിക്കൽ ഒരു SR മോഡൽ വായിച്ചു നോക്കുമ്പോൾ അമ്മ വാട്ടർ ടബിൽ കിടക്കുകയാണ്. എന്നിട്ട് ഇവർ പരീക്ഷണം നടത്തുകയാണ്. 7 മാസം പ്രായമുള്ള കുഞ്ഞ് വയറിലുണ്ട്. അപ്പോൾ പുറമെ ഒരു സ്റ്റീൽ റോഡ് കൊണ്ട് ബാത്ത് ടബുമ്മേ അടിക്കണ്. അത് വെള്ളത്തിലുണ്ടാക്കുന്ന കമ്പനം എങ്ങനെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ശിശുവിനെ പരീക്ഷണമാണ്. അപ്പോൾ ഇത്രയും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് നെഗറ്റീവായിട്ടുള്ള, അതായത് നിഷേധാത്മകമായതും ക്രിയാത്മകമായ വികാരങ്ങൾ കൊച്ചുകുട്ടിക്കാലം മുതൽ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യണു, സ്റ്റോർ ചെയ്യണു, സൂക്ഷിച്ചു വയ്ക്കണം. അപ്പോൾ അപ്പൻ കള്ളു കുടിച്ച് വന്ന് അമ്മേനെ തെറി പറയുന്നത് 2 വയസ്സുകാരനായ 1 വയസ്സുകാരനായ കുട്ടി എങ്ങനെയാണ് സ്വാംശീകരിക്കുക? അവൻ്റെ അമ്മ അപ്പനെ തിരിച്ച് തെറി പറയുന്നു, അതെങ്ങനെയാണ് സ്വീകരിക്കുക? ഇതിൽ പാപ്പ അത് പറയുന്നുണ്ട്, സന്തോഷപ്രദമല്ലാത്ത ശൈശവമോ കൗമാരപ്രായമോ വ്യക്തിപരമായ വിഷമസന്ധികളെ ഉൽപ്പാദിപ്പിക്കും, അവ വിവാഹത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ആരാണ് സ്ത്രീ, ആരാണ് പുരുഷൻ എന്നതിനെ കുറിച്ചുള്ള ഇമേജ് സെറ്റ് ചെയ്ത് വരികയാണെന്ന് കുഞ്ഞുനാളിലെ തന്നെ. അത് കഴിഞ്ഞ് ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് 5 വയസ്സിനുള്ളിൽ നമ്മുടെ ഫോർമേഷൻ അവസാനിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് അമ്മ തല്ലണു, നിനക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിൽ ചെന്നിട്ട് ടീച്ചർ പറയുന്നു നീ പൊട്ടനാണ്, കളിയാക്കല്. ഇപ്പോൾ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് നീ പല്ലനായതുകൊണ്ട് നിന്നെ ഒരു പെണ്ണും പ്രേമിക്കില്ല, അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ സ്വാധീനിക്കുമോ? എൻ്റെ കൂട്ടുകാരൻ ഡെൻ്റൽ ഡോക്ടറാണ്, ഓർത്തഡോണ്ടിസ്റ്റാണ്. ആ സാറ് എന്നോട് പറഞ്ഞത് ഇപ്പോഴത്തെ പ്രായത്തിൽ സാറ് ഇതിനെ അതിജീവിച്ചാലും പ്രായമായി വരും തോറും മറ്റുള്ളവരെ എന്നെ അവഗണിക്കുന്നത് ഈ പല്ല് കാരണമാണെന്ന മാനസിക വ്യഥേനെ സാറിന് താങ്ങാൻ പറ്റില്ല എന്ന്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, കളിയാക്കലുകൾ, അവഗണിക്കൽ, ക്ലാസ്സിൽ പൊട്ടനാണെന്ന് വിളിക്കൽ, ഏത് കണക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അമിതമായിട്ട് തല്ലൽ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ദേഷ്യമായിട്ട് കിടക്കും. അത് കഴിഞ്ഞിട്ട് ഇതിനൊക്കെ നമ്മൾ മറക്കും. മറന്നിട്ട് നമ്മൾ പ്രായമായിട്ട് വരുമ്പോൾ നമ്മളിൽ ചില വൈകല്യങ്ങൾ കാണും. നമ്മൾ ഒരിക്കലും അറിയില്ല ഈ അടിച്ചമർത്തപ്പെട്ട ഇത്തരം കാര്യങ്ങളാണ് നമ്മളെ എന്ത് ചെയ്യണമെന്ന്. കോണ്ടംപററി ലൈഫ് അത് മറക്കുന്നത് നമ്മുടെ പ്രസന്റ് മെമ്മറി എന്നാണ്. കോൺഷ്യസ് മൈൻഡിൽ അത് കിടക്കാണ്. എന്നിട്ട് നമ്മളെ നിയന്ത്രിക്കുകയാണ്. അത് രോഗങ്ങളായിട്ടും അത് പെരുമാറ്റ വൈകല്യങ്ങളായിട്ടും പുറത്തു വരുന്നു. കൗമാരപ്രായത്തിന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടാകേണ്ടിരുന്ന പക്വത ചിലർ പ്രാപിക്കുന്നത് 40 വയസ്സാകുമ്പോഴാണ് എന്നതാണെന്ന് വസ്തുത. ചില കുട്ടികളൊക്കെ ഉണ്ട്, ആരോ എന്നെ കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞ് പേടിക്കുന്ന കുട്ടികൾ, ആരോ എന്നെ കൊല്ലാൻ വരുന്നു. ഇത് ഒരുപക്ഷെ അനലൈസ് ചെയ്ത് ബാക്കിൽ ചെല്ലുമ്പോഴായിരിക്കും ഇവർ ഒരുപക്ഷെ അബോർഷനെ കുറിച്ച് കുഞ്ഞ് ഉരുവായതിനു ശേഷം ചിന്തിച്ചിട്ടുണ്ടാവും. ഇത് ഈ കുഞ്ഞിനെ ബാധിച്ചതാണ് ഇവൻ്റെ പേടി സ്വപ്നങ്ങളുടെ കാരണമായിട്ട് വരാറ്. പലപ്പോഴും ഈ ധ്യാനങ്ങളിലൊക്കെ പോയി ഈ ഒരു കാര്യം ഹീൽ ചെയ്യാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് ഇതൊന്ന് ഈ ഭയം മാറി അവനൊന്ന് ഉറങ്ങാൻ പറ്റുക. അത് വ്യക്തമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഒത്തിരി കിടക്കും. ഇപ്പം ചില വ്യക്തികൾക്ക് അവർക്ക് ലഭിക്കാതെ പോയ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ശൈശവത്തിൽ ലഭിക്കാതെ പോയ ചില സ്നേഹം, അത് ചില സന്തോഷങ്ങൾ, ഇതൊക്കെയാണ് എപ്പോഴും ആവശ്യം. വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴും കൊച്ചുകുട്ടിയെ പോലെ ഓടിക്കളിക്കണം, അല്ലെങ്കിൽ ബൈക്കിൻ്റെ പുറകിലിരുന്ന് ചെത്തി പോകണം എന്നൊക്കെ പറഞ്ഞ് 40-50 വയസ്സായ മനുഷ്യൻ ഈ സ്ത്രീയെ വെച്ചുകൊണ്ട് ബൈക്കിൻ്റെ പുറകിൽ ചെത്തി പോകുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. പക്ഷെ അത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ
ചെറുപ്പകാലത്തുണ്ടായ ഒരു ആഗ്രഹം ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാല് തൃപ്തിപ്പെടുത്താനാവാത്ത അതായത് ചില മുറിവുകൾ എന്ന് പറഞ്ഞാല് ഞാൻ ഇത് പങ്കുവയ്ക്കുമ്പോൾ പലരും അത് ശരിയാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒന്നാമത്തെ കുർബാനയ്ക്കുള്ളപ്പാട്, ആദ്യ കുർബാനയ്ക്കുള്ളൂ, എൻ്റെ ചേട്ടന്മാർ ഇട്ട ഷർട്ടും മുണ്ടും അമ്മ തേച്ച് വൃത്തിയാക്കി എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് എൻ്റെ കുർബാനയ്ക്കുള്ളപ്പാട് വന്ന ദിവസമാണ് അത് എടുക്കണേ. രണ്ടും മാറ്റം അവിടെ സംഭവിച്ചിരുന്നു. എന്താണ്? പള്ളിയിൽ തന്നെ നിയമം മാറ്റി ഇന്ന് മുതൽ ട്രൗസറും ഷർട്ടും മതിയെന്ന്. അപ്പം ഞാൻ മാത്രം അപ്പാപ്പൻ്റെ പോലെ മുണ്ടും ഷർട്ട് എടുത്തിട്ടോ, അത് ഷർട്ടിനൊരു ഓട്ടയുണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് എൻ്റെ ജീവിതകാലം മുഴുവൻ പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ചേട്ടനോട് സ്നേഹമുള്ളത് കൊണ്ട് നല്ലത് കൊടുത്തു, എന്നോട് സ്നേഹമുള്ളത് ഇല്ലാത്തത് കൊണ്ട് പഴയത് തന്നു. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഓർത്തു വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നെ ചീത്ത കേൾക്കണത് ഭാര്യയ്ക്കണെന്ന്. അവഗണിക്കപ്പെട്ട ആ ഒരു എനിക്ക് പൂർത്തീകരിക്കപ്പെടാത്ത സാധനം മുഴുവൻ പിന്നെ ഞാനിത് പ്രതീക്ഷിക്കുന്നത് ഭാര്യയെന്ന്, ഭാര്യ വീട്ടുകാരിന്ന്. അവർക്ക് ഇതെങ്ങനെ തരാൻ പറ്റുക? ശരിക്കും കുറെ ദമ്പതികളെങ്കിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു കാരണം ഈ മുറിവുകൾക്ക് ഭയങ്കര സ്വാധീനം ഉണ്ട് അല്ലേ? അത് മനഃശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. അതാണ് മാർപ്പാപ്പ ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ശത്രുത, കടുത്ത വിമർശനം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയെന്ന ആവശ്യം എന്നിവയിൽ മുദ്രിതമാണ്. അവർ സ്വന്തം വികാരങ്ങളിലും ഭാവനകളിലും കുടുങ്ങിക്കിടക്കുന്നു. മറ്റുള്ളവർ തങ്ങളുടെ ശൂന്യത നിറയ്ക്കണമെന്നും തങ്ങളുടെ സകല ആഗ്രഹങ്ങളും അവർ തൃപ്തിപ്പെടുത്തണമെന്നും അവർ ആഗ്രഹിക്കുന്നു. അപ്പം എൻ്റെ എല്ലാ മുറിവുകളും ഇതൊക്കെ സംതൃപ്തിപ്പെടുത്തി തരേണ്ട ഒരാളായിട്ട് ഭാര്യനെ ഞാൻ കാണുകയാണ്. അത് തൃപ്തിപ്പെടാണ്ട് വരുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ആരംഭിക്കുകയെ. ഈ അബ്യൂസ്ഡ് എക്സ്പീരിയൻസിൽ കൗൺസിലിംഗ് സെൻ്ററിന് പലപ്പോഴും കാണുന്നതാണ്. ചെറുപ്പകാലത്തുള്ള ചില അബ്യൂസ് എക്സ്പീരിയൻസുകൾ പലർക്കും ദാമ്പത്യബന്ധം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട്. അപ്പോൾ അവരെപ്പോഴും ആ അബ്യൂസ്ഡ് ആക്കിയ ആൾക്കാരാരാണോ ആ മുഖമാണ് ഭർത്താവിലോ അല്ലെങ്കിൽ ഭാര്യയിലോ. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്നത് പെൺകുട്ടികൾ മാത്രമാണ് അബ്യൂസ്ഡ് ആവുന്നത്. ആൺകുട്ടികളും ഒരുപോലെ അബ്യൂസ്ഡ് ആവുന്ന എക്സ്പീരിയൻസ് മുമ്പും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ രണ്ടുപേരും അവരുടെ ഭാര്യയിലും ഭർത്താവിലും കാണുന്നത് ആരാലാണോ ആക്രമിക്കപ്പെട്ടത് ആ ആളുടെ മുഖമാണ്. അതവർക്ക് ഉണങ്ങാത്തിടത്തോളം കാലം ഇവരുടെ ദാമ്പത്യ ബന്ധം ഒരിക്കലും ഭംഗിയായിട്ട് പോകാൻ പറ്റില്ല. എപ്പോഴും പിന്നീട് അബ്യൂസേഴ്സ് ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ മാത്രം നടത്തുന്ന ഒരവസ്ഥ നമ്മൾ കാണാം. പലപ്പോഴും ഇവർ ഭയങ്കരമായിട്ട് വാശി പിടിച്ച് കുറ്റപ്പെടുത്തൽ മാത്രമായിട്ട് വരുന്ന ദമ്പതികളെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ മേഖലകളിലെ അസ്വസ്ഥതകൾ നമ്മൾ മിക്കവാറും കണ്ടുവരുന്നുണ്ട്. ഇത് ഇവരെ മാത്രമല്ല, ഇത് മുഴുവൻ ഇവരുടെ കുട്ടികളിലേക്കും അവരത് റേഡിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു വാസ്തവം. ഒരു സംഭവം ഞാൻ പറയാം. ഒരു കൗൺസിലർ എന്നോട് പറഞ്ഞ ചില സംഭവങ്ങളാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് വളർച്ചയില്ലാതെ ഒരു കൗൺസിലറുടെ അടുത്ത് കൊണ്ടുപോയി ഒരു സിസ്റ്റർ നടത്തുന്ന ഒരു കൗൺസിലിംഗ് സെൻറ്ററിലാണ്. 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കുട്ടീനെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനഃശാസ്ത്രം തന്നെ പറയുന്നുണ്ട് ഇത് ബോധതലത്തിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ അതിൻ്റെ സ്വാധീനം ഇത് കുറയുമെന്ന്. അപ്പോൾ ഈ സിസ്റ്റർ വളരെ സംസാരിച്ചിട്ടാണ് ഇത്തരം ഒരു കാര്യം ഈ കുട്ടിയുടെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അത് കൊണ്ടുവന്ന് കുറേ തെറാപ്പിയിലൂടെ അതിനെ മോചിപ്പിച്ചെടുത്തു. ആ കുട്ടിയുടെ സ്വാഭാവിക വളർച്ചയിലേക്ക് വന്നു. യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്ന വേദനകളില്ലേ, അത് അബ്യൂസാകാം, അല്ലെങ്കിൽ അവഗണനയാകാം, അല്ലെങ്കിൽ പൊട്ടാന്നുള്ള വിളിയാകാം, ശാരീരിക വൈകല്യങ്ങളെ പ്രതിയുള്ള കളിയാക്കലാകാം, മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കാകാം, മദ്യപിച്ചുള്ള മർദ്ദനങ്ങളാകാം. ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ശൈശവ കാലഘട്ടത്തിലും കൗമാരപ്രായത്തിലും അവൻ്റെ ഫോർമേഷൻ പീരീഡിൽ സംഭവിക്കുന്ന ഇത്തരം നെഗറ്റീവ് എക്സ്പീരിയൻസ് ബാധിക്കും എന്ന് നമ്മൾ മനഃശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മദ്യപാനിയായ അപ്പൻ എല്ലാ ദിവസവും വീട്ടിൽ വന്ന് ഭാര്യനെയും മകനെയും ചീത്ത വിളിക്കുന്നു. ഇതനുഭവിക്കുന്ന കുഞ്ഞ് അവൻ്റെ വളർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവൻ മറ്റൊരാളെ ചീത്ത വിളിച്ചാൽ ഉടനെ അവനെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? നീ ഇത് കുമ്പസാരത്തിൽ പറയണം, ചീത്ത വാക്ക് പറയാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇവൻ ജീവിതകാലം മുഴുവൻ അനുഭവിച്ച ഈ വിഷമം പലപ്പോഴും കറക്റ്റ് ചെയ്യപ്പെടാതെ കിടക്കുകയാണ്.
അപ്പോൾ അത് ഫോക്കസ് ചെയ്യേണ്ട, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് ഈ അവനേറ്റം മുറിവ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ ഈ ഒരു പ്രശ്നത്തിന് അവൻ എത്ര ചീത്ത പറയണ്ടെന്ന് വിചാരിച്ചാലും അവൻ അതിലേക്ക് തന്നെ തിരികെ പോകും. അവൻ എത്ര മദ്യപിക്കണ്ടെന്ന് കരുതിയാലും അവൻ മദ്യപാനത്തിലേക്ക് തന്നെ അവസാനം എത്തിച്ചേരുകയും ചെയ്യും. സാധാരണ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെയാണ് ഫോക്കസ് ചെയ്യുക. നമുക്കുണ്ടായ വേദന സുഖപ്പെടുത്തേണ്ടതാണെന്നുള്ള ബോധം നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. ഇത് വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടത്തിലൊരു ഒപ്പം പഠിച്ച സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് സന്ദർശിക്കാനുണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ്റെ ഭാര്യ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിലെയും അവളെ അല്ലെന്നറിയാത്തൊരു കുടുംബത്തിലെയും കുട്ടിയാണ് അവൾ. എൻ്റെ സുഹൃത്താണെങ്കിൽ അതികഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഏട്ടനോട് വലിക്കല്ലേ എന്ന് പറയൂ സിസ്റ്ററെ, കുടിക്കല്ലേ എന്ന് പറയൂ സിസ്റ്ററെ. ഈ 2 റിക്വസ്റ്റാണ് അവിടെ ചെന്നവയ്ക്ക് അവൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവനെ ഒറ്റയ്ക്ക് വിളിച്ച് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ തുറന്ന് പറയുകയാണേ, അവൾക്ക് അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട, ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ ഒരുപാട് അനുഭവിച്ചിരിക്കണതാ. ഇതൊക്കെ എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നതിൽ അവൾക്ക് വീഴ്ച വരണു, അതെന്നെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്നു. അവൾക്കൊന്നിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. എൻ്റെ ടെൻഷൻ എൻ്റെ ബാല്യകാലം ഒരിക്കലും എൻ്റെ മക്കളിൽ വരരുത് എന്നുള്ളതാണ്. ആ ടെൻഷൻ എൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ അറിയാതെ സിഗരറ്റ് എടുക്കും, വലിച്ചു തുടങ്ങും. ചെയിൻ സ്മോക്കറാണ് അവൻ. കുടിക്കും, വെള്ളം എടുക്കും, കൂട്ടുകൂടി ചെയ്യില്ലെന്നില്ല, എല്ലാം ഒറ്റയ്ക്കിരുന്ന് ആൾ ആസ്വദിച്ച ടെൻഷൻ മാറ്റാൻ വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവന് ഞാനിപ്പോൾ പതുക്കെ അതിലേക്ക് ഇങ്ങനെ അവൻ ആ ഒരു മുറിവ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇപ്പം ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 4 പാക്കറ്റ് എന്നുള്ളത് 3 പാക്കറ്റ് ആയിട്ടുണ്ട് കേട്ടോ സിസ്റ്റർ എന്ന്. അപ്പോൾ ആ ഒരു സൗഖ്യം വരുമ്പോൾ പെരുമാറ്റത്തിൽ പോലും ആ മാറ്റം സംഭവിക്കുമെന്നുള്ളതാണ്. ശരിയായിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യം സിസ്റ്റർ പറഞ്ഞതും കൂട്ടി വായിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുണ്ട്, നമ്മളോട് ചെയ്യുന്ന തെറ്റുണ്ട്. അത് ആത്മീയ പ്രക്രിയയിൽ അത് 2 ഭാഗമാണ്. ഒന്ന് മാപ്പ് ചോദിക്കലാണ്, മറ്റേത് മാപ്പ് കൊടുക്കലാണ്. ഇത് ഈ 2 ഡയമെൻഷൻ, 2 തലം എപ്പോഴും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. പക്ഷെ നമ്മുടെ ആത്മീയ പ്രക്രിയയിൽ ഒരു ഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കണം. അതിന് കാരണമുണ്ട്. അത് ചാഞ്ഞു നിൽക്കുന്നത് എപ്പോഴും മാപ്പ് ചോദിക്കുക എന്നതിൽ ഒതുങ്ങിപ്പോവാണ് നമ്മൾ. സ്വർഗസ്നായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കൃത്യം യേശു പഠിപ്പിക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ അത് ആ 2 തലത്തിനെ കാണിക്കുന്നതാണ്. എന്താണ് ഇതിൻ്റെ പ്രസക്തി? ഇപ്പോൾ എനിക്ക് എൻ്റെ ആന്തരിക മുറിവിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി എന്നോട് ആവശ്യപ്പെടുകയാണ്, എൻ്റെ അപ്പൻ മദ്യപാനിയായിരുന്നു, അപ്പൻ അമ്മേനെ ചീത്ത പറയുന്ന ഓരോ ദിവസവും അപ്പനെ കൊല്ലണമെന്ന് ഞാൻ ഉള്ളിലുണ്ട്. ഇപ്പം ഞാൻ അപ്പനേക്കാൾ വലിയ മദ്യപാനിയാണ്. അപ്പോൾ അവനത് സൗഖ്യപ്പെടണമെങ്കിൽ അപ്പൻ തെറ്റ് ചെയ്തു, അമ്മ തെറ്റ് ചെയ്തു, ടീച്ചർ തെറ്റ് ചെയ്തെന്ന ഓർത്തുകൊണ്ടേ ഇരുന്നാൽ വിലാപങ്ങളിൽ പറയണ പോലെ എൻ്റെ ജീവിതത്തിലെ കയ്പേറിയ ഓർമ്മകൾ വിഷമായി എന്നിൽ നിലനിൽക്കുന്നു. അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുള്ള മരുന്ന് എന്താണ്? അതിനെ ബോധതലത്തിലേക്ക് കൊണ്ടുവരികയും ആ കൊണ്ടുവന്നതിന് ശേഷം ആ വ്യക്തിയോട് ഫോർഗീവ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് പരിപൂർണമായ ഒരു വിടുതൽ നമുക്ക് ലഭിക്കുക. നമ്മളിപ്പോൾ പ്രായോഗിക തലത്തിൽ കാണുമ്പോൾ പക്ഷേ കുറേ പേരും ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്, പക്ഷേ ക്ഷമ കൊടുക്കുക എന്നത് അതിപ്രയാസകരമായ ഒരു കാര്യമായിട്ട് നമ്മൾ കണ്ടുവരുന്നു ഇപ്പോൾ. പക്ഷെ അതൊരു കാര്യമുണ്ട്, അത് സിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. മനുഷ്യ സഹജമായി ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പഴയ കാലം തൊട്ട് തന്നെ ക്ഷമിച്ച് അതിനെ കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ സുഖപ്പെട്ടു വന്നേനെ. എന്താണ് നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്തത്? ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, സ്നേഹിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് വേറൊരാളെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. മാത്രമേ നമുക്ക് വേറൊരാളോട് ക്ഷമിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇതിൽ മാർപ്പാപ്പ പറയുന്നത്, ക്ഷമിക്കാനും ക്ഷമിക്കപ്പെടാനുമുള്ള കൃപാവരത്തിനായുള്ള പ്രാർത്ഥന ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇത് സിസ്റ്റർ മാത്രമല്ല, എന്നോട് അനേകായിരം വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ സാറ് പറയുന്നത് ശരിയാണ്, പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണില്ലേ. അപ്പോൾ അതിനെന്താണ് മരുന്ന് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.
കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ക്ഷമിച്ചു തന്നിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്ന് മാത്രമേ നമുക്ക് വേറെ ആളോട് ക്ഷമിക്കാം. അപ്പം കുമ്പസാരത്തിൻ്റെ പ്രസക്തി എന്താണ്? ആ കുമ്പസാര കൂട്ടിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കണേ. മകനെ, ധൈര്യമായി നീ പൊയ്ക്കൊള്ളുക, നിരവധിയായി നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേലിൽ നീ പാപം ചെയ്യരുത് എന്ന ആ കേൾവി, അത് അനുഭവമാണത്. അതായത് മകളെ, ഭക്ഷണം കഴിച്ചാൽ നിന്റെ വയറ് നിറയുമെന്ന് അമ്മ 100 പ്രാവശ്യം ആവർത്തിച്ചാൽ മകളുടെ വയറ് നിറയില്ലേ? കഴിക്കന്നെ വേണം. അപ്പോൾ ദൈവം ക്ഷമിക്കുന്നവനാണെന്ന് പഠിച്ചാൽ മാത്രം പോരാ, നമുക്കത് അനുഭവിക്കാനുള്ളൊരു തലം വേണം. അതിനാണ് യേശു അത് അനുഭവഭേദ്യമാക്കാനാണ് കൂദാശകൾ. അപ്പോൾ കുമ്പസാരക്കൂട്ടിലൂടെ നിരന്തരം ക്ഷമിക്കപ്പെടൽ സ്വീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ക്ഷമിക്കാൻ കഴിയൂ. അപ്പം ഈശോയുടെ തിരുരക്തം കൊണ്ടുള്ള ഒരു അഭിഷേകം ചെയ്യപ്പെടലും കൂടി ആവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ അഭിഷേകം നമ്മളിത് പ്രാർത്ഥനയിൽ പറയുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കൽ മാർപ്പാപ്പോട് ചോദിക്കുകയാണ്, യേശു കുരിശിൽ മരിച്ചപ്പോഴാണോ അതോ പാപിനിയായ സ്ത്രീയോട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണോ പാപം ക്ഷമിക്കപ്പെട്ടതെന്ന്? മാർപ്പാപ്പയുടെ മറുപടി വളരെ മനോഹരമാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ മുന്നാസ്വാദനമാണ് പാപിനിയായ സ്ത്രീക്ക് കൊടുക്കണത്. അപ്പം അതാ ക്രമാനുഗതിത്തുണ്ട് അതിൽ. കുരിശിലെ ബലി അനുഭവിക്കണമെങ്കിൽ ഇതിങ്ങനെ അനുഭവിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുകയാണ്. അപ്പം ഇപ്പോൾ പലരും ഈ പ്രസംഗം, ഈ ടോക്ക് ഷോ കണ്ടിരിക്കുന്ന ചിലർ സ്വയം ന്യായീകരിക്കും. എന്തെന്ന്, എൻ്റെ അപ്പൻ ഇങ്ങനെ ചെയ്ത കാരണമാണ് ഞാൻ ഇന്ന് ഇത് അനുഭവിക്കണേ. ആ അപ്പനേക്കാൾ വലിയ സ്നേഹമുള്ള യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് സുവിശേഷം. അതാണ് ഒരു വിമോചന പ്രക്രിയ എന്ന് മാർപ്പാപ്പ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ വാചകം ഒന്നുകൂടി വായിക്കുന്നത് നല്ലതായിരിക്കും. അനേകർ വ്യവസ്ഥാതീതമായ സ്നേഹം ഒരിക്കലും അനുഭവിക്കാനാവാതെ ശൈശവത്വം പിന്നിടുന്നു. ഇത് വിശ്വസിക്കാനുള്ള അവരുടെ കഴിവിനെയും മറ്റുള്ളവരോടുള്ള തുറവിയെയും ബാധിക്കുന്നു. വളർച്ചയിൽ മാതാപിതാക്കളോടും ശിശുക്കളോടുമുള്ള ബന്ധം അപര്യാപ്തമായിരുന്നെങ്കിൽ അതും ശ്രദ്ധിക്കപ്പെടണം. അല്ലെങ്കിൽ അത് വീണ്ടും ഉയർന്നു വരികയും വിവാഹ ജീവിതം ദ്രോഹിക്കുകയും ചെയ്യും. പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം. വിമോചന പ്രക്രിയ നടക്കുകയും വേണം എന്ന് പറഞ്ഞാൽ നിരന്തരം നടക്കണം, നിരന്തരം നടന്നുകൊണ്ടേയിരിക്കണം. എനിക്കിപ്പോൾ 60 വയസ്സായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ? ഓരോ പ്രത്യേക ഘട്ടത്തിലാണ് പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരുന്നതും തിരുത്തുന്നതും. ഇപ്പോൾ 60 വയസ്സായി എനിക്ക് എൻ്റെ മകനോടുള്ള ഇടപെടലിൽ, എൻ്റെ അപ്പനോടുള്ള ഇടപെടലിൽ വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും തിരിച്ചറിയുന്നു. അപ്പൻ എന്നോട് ചെയ്ത തെറ്റുകൾ തിരിച്ചറിയുന്നു. അങ്ങനെ മകൻ എന്നോടും ഞാൻ മകനോടും ക്ഷമിച്ചിട്ടാണ് ഞാൻ അപ്പനോടും അപ്പൻ എന്നോടും ആ ഒരു ബന്ധം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വളർന്നു പോണത്. തിരിച്ചറിയണ നിമിഷത്തിൽ നമ്മൾ സൗഖ്യം തേടി വരണം. ശരി, അപ്പം മരിച്ചു പോയാലും, എൻ്റെ അപ്പം മരിച്ചിട്ട് 18 കൊല്ലായി. ഇതാണ് ആ പ്രക്രിയയെക്കുറിച്ച് മാർപ്പാപ്പ പറയുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ ഇങ്ങനത്തെ മുറിവുകളൊക്കെ നമ്മളെ സ്വാധീനിച്ചാലും നമ്മൾ ആ ഒരു സൗഖ്യത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കണം, അല്ലെ? പരിശ്രമിക്കുക മാത്രമല്ല, അതിനൊരു മറ്റുള്ളവരുടെ സഹായം തേടലും ഇവിടെ വലിയൊരു കാര്യമാണ്. ഇതൊന്നും ഇപ്പൊ എന്നിൽ സംഭവിച്ച പ്രക്രിയ ഒന്നും എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതല്ല. ഇപ്പം എന്നെ ഇതിലേറെ സഹായിച്ചിട്ടുള്ള ആളാണ് ഡിവൈൻ ധ്യാന മന്ദിരത്തിൻ്റെ ഡയറക്ടറായിരുന്ന പനക്കലച്ചൻ. അച്ഛനുമായിട്ട് അനേകം 1000 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം എന്നെ കടത്തിവിട്ടത് കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാവായ ജീനോ ഹെൻറിക്കസ് അച്ഛനാണ്. അപ്പോൾ അച്ഛനുമായി കണ്ടുമുട്ടിയപ്പോഴാണ് ആദ്യമായിട്ട് എന്നിൽ തന്നെ ഇങ്ങനെ ഒരു മേഖലയുണ്ടെന്ന് ഞാൻ ഇതിൽ പറഞ്ഞ ആത്മാർത്ഥമായ ആത്മപരിശോധന നടക്കണം. പരിശ്രമം ഉപേക്ഷിക്കാതെ തുടർന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കൽ, സഹായം സ്വീകരിക്കാനുള്ള സന്മനസ് എന്നിവയെല്ലാം ഇങ്ങനെയുള്ള ആളുകൾ അത് സ്വീകരിക്കണമെന്ന് പാപ്പ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഒരു വ്യക്തിക്ക് മാത്രമുള്ളതല്ല, എല്ലാ വ്യക്തികളിലും ഇതുപോലുള്ള മുറിവുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ പരിഹരിക്കാനായി ഈ മുറിവുകൾ അന്വേഷിക്കുകയും അത് സുഖപ്പെടുത്താനുള്ള ഒരു പരിശ്രമം നടത്തുകയും വേണം. നമ്മുടെ സ്വഭാവത്തിലെ വികലതകൾക്കൊക്കെ പുറകിൽ
എന്തൊക്കെയോ മുറിവുകൾ നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്, വേട്ടയാടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പം നമുക്ക് കുറച്ച് ബോധം വെച്ച് വരുമ്പോഴാണ് ഇതാണല്ലേ എന്ന് ചിന്തിച്ച് തിരുത്തപ്പെടാൻ കിട്ടുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇപ്പം ഞാനൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്തുമാത്രം സൗഖ്യത്തിലൂടെ കടന്ന് വന്നാണ് ഈ ഒരു വ്യക്തിത്വം എന്നിൽ രൂപപ്പെട്ട് വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സൗഖ്യം അതിനിയും മുഴുവൻ ഉണക്കപ്പെട്ടിട്ടില്ല. ഇനിയും അത് ഞാൻ വളരും തോറും അത് ഓരോന്നായി ഉണക്കപ്പെട്ട് വിവാഹമൊരുക്ക ക്ലാസ്സുകളുടെ അവസാനം നമ്മൾ കുമ്പസാരം, വിവാഹത്തിന് മുമ്പുള്ള കുമ്പസാരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ പ്രധാനമായിരിക്കും വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള ഒരു കൗൺസിലിംഗ്. ഒരുപാട് പേര് അത് ഷെയർ ചെയ്യാറുണ്ട്. കുമ്പസാരത്തിന് ശേഷമാണ് മിക്കവാറും പേരും കൗൺസിലിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ട് വരാറുള്ളത്. അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണുകയും വേണം. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടുമുട്ടുകയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ അല്ലേ. ഇപ്പോൾ ഞങ്ങളൊരു അപ്പനും അമ്മയും എന്നൊക്കെ നിലയിൽ കുഞ്ഞുങ്ങളെ വളർത്തൽ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഒരു പക്ഷേ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ വിവിധ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തങ്ങളായ മുറിവുകളിലൂടെ അവർ കടന്നു പോകുന്ന അനുഭവം ഉണ്ടാവും. പക്ഷേ പലപ്പോഴും നമുക്ക് ഈ ഉണ്ടാവുന്ന മുറിവുകൾ വിവാഹ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ അത് ചിലപ്പോൾ വിവാഹത്തിൻ്റെ ജീവിതത്തിന് മുന്നോട്ടുള്ള പാതയിൽ തടസ്സമായിട്ട് മാറുകയാണെങ്കിൽ നമുക്കതൊന്ന് തിരിച്ചറിയാനും മറ്റുള്ളവരുടെ സഹായം തേടാനും സൗഖ്യത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കാനുള്ള ഉത്തരവാദിത്തം പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ ദമ്പതികളും ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പോലും തിരിച്ചറിയാതെ വേദനിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മുറിവുകൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ സൗഖ്യ അനുഭവം യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് സ്വന്തമാക്കിക്കൊണ്ട് കുടുംബജീവിതം കുറേ കൂടെ സന്തോഷപ്രദമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ കുടുംബത്തിൽ സ്നേഹം അനുഭവിക്കാൻ, സന്തോഷം അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.